Hello. Welcome to Market Discussion of the Day. Today, December 30th, 2024. ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് വീക്കാണ്. അത് മാത്രമല്ല അടുത്ത വർഷത്തെ എന്താ പറയുക, അടുത്ത വർഷത്തിൻ്റെ തുടക്കവും ഈ വീക്കിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ വീക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ എന്താ പറയുക, ഉറപ്പായിട്ടും ഈ വർഷം, അടുത്ത വർഷം ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. കാരണം ജനുവരി 20 തന്നെ ഇനി പുതിയ പ്രസിഡന്റ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രസിഡന്റ് എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറയാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജനുവരി 20 വരെ. ഓക്കെ, സോ മാർക്കറ്റിൽ ഏതൊരു തീരുമാനം നമ്മൾ എടുത്താലും നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് ലോങ്ങർ ടേമിലോട്ട് ജനുവരി 20 വരെ മാർക്കറ്റിൽ നോക്കാതെ എന്താ പറയുക, ഷോർട്ട് ടേം പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ജനുവരി 20 വരെ. ഓക്കെ, സോ എന്തൊക്കെ തീരുമാനങ്ങളാണ് പുള്ളിക്കാരൻ എടുക്കുന്നതൊക്കെ ഭയങ്കര നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. അതായത് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ പക്ഷേ അതായത് ജനുവരി 1 മുതൽ പുതിയ ഇയർ ആയതുകൊണ്ടിട്ട് തന്നെ ജനുവരി 1 ആവത്തില്ല, ചിലപ്പോൾ ജനുവരി 5 തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് ഫണ്ടുകൾ നമ്മുടെ മാർക്കറ്റിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കോർപ്പറേറ്റ് വേൾഡ്, നമ്മുടെ US പുതിയ പ്രസിഡന്റ് അധികാരത്തിലേക്കുന്ന പറ്റിയും അതിനെ സംബന്ധിക്കുന്ന സ്പീച്ചുകളെ പറ്റിയും ഒക്കെയുള്ള കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ജനുവരി 20 കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന കോർപ്പറേറ്റ് വേൾഡ് കൂടുതലും ഫണ്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, സോ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ റഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് വരുന്ന ഓയിൽ സപ്ലൈ നിർത്താനായിട്ടുള്ള പോസിബിലിറ്റി ജനുവരി 1 മുതലുണ്ടാവും. ഓക്കെ, അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കൂടും, അതേപോലെ തന്നെ ഗോൾഡിൻ്റെയും റേറ്റ് കൂടും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇത് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, റിസ്ക് മാനേജ് ചെയ്യാതെ ഒരു ട്രേഡും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നേരെ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 157.870 ഓക്കെ, സോ 158 അടുത്തായിട്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതേവരെ കഴിഞ്ഞ ആഴ്ചയും ഒന്നും നമുക്ക് 158 ഇതേവരെ മാർക്കറ്റ് ക്രോസ് ചെയ്യാത്തത് കൊണ്ടിട്ട് വേണമെങ്കിൽ ഒരു റിസ്കി സെല്ല് 158 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സെല്ല് 156 താഴെയായിട്ട് രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് വരുമ്പോൾ അവിടുന്ന് ഒരു പ്രോപ്പർ സെല്ല് നമുക്ക് എടുക്കാം. 156 താഴെയായിട്ട് 1 അവർ ക്യാൻഡിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു സെല്ല് എടുക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ ഒന്നും 158 മുകളിലായിട്ട് മാർക്കറ്റ് പോവാത്തത് കൊണ്ടിട്ട് അവിടുന്ന് വേണമെങ്കിൽ ഒരു റിസ്കി സെൽ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതുമാത്രമല്ല ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിന് 156 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു റിസ്കി ബൈ വേണമെങ്കിലും എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നേരെ മറിച്ച് മാർക്കറ്റ് ഇപ്പം മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ 160 വെച്ച് സെല്ല് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. 158 പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലവട്ടം അവിടെ റെസിസ്റ്റ് ചെയ്തത് കൊണ്ടിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് 162 വരെ പോകുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. 162 നമ്മൾ സെല്ല് എടുക്കുക, പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇടുക, ഒരു 60 പിപ്സിൻ്റെ എങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ നിന്ന് സെല്ല് എടുക്കുക എന്നുള്ളതാണ്. കാരണം 162 ആണ് JPYയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നേരെ നമുക്ക് യൂറോയിലോട്ട് പോകുമ്പോൾ, യൂറോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറോ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.0432 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റിൽ നല്ലൊരു ബൈ പോയിന്റ്, നല്ലൊരു എൻട്രി പോയിന്റ് ഉറപ്പായിട്ടും 1.0500 മുകളിലായിട്ട് മാത്രമാണ് ഒരു നല്ലൊരു ബൈ പോയിന്റ് ഉള്ളത്. ഓക്കെ, സോ യൂറോ കറൻസിയിലെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ അല്ലെങ്കിൽ ഓയിൽ സപ്ലൈ നിർത്തുന്ന കാര്യത്തിനെ കുറിച്ച് വരുമ്പോൾ, അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ യൂറോയിനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഓക്കെ. സോ അതുകൊണ്ടിട്ട് യൂറോയിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഞാൻ പറഞ്ഞതാണ് 1.0500 മുകളിലായിട്ട് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. പക്ഷേ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്താ യൂറോ ഈ ആഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ നേരെ നമ്മൾ GBP വരുമ്പം GBP എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ അപ് ട്രെൻഡ് തന്നെയാണ്. ബൈ അല്ലാതെ വേറെ ഒരു കാരണവശാലും സെല്ലിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.25756 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല മാർക്കറ്റിൽ ഒരു ബൈയോ സെല്ലോ എടുക്കാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് പോയി 1.0500 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1.0500 എന്ന് പറയുന്ന ഒരു വരച്ച വരയിലും നിൽക്കും നല്ല പറയുന്നത്. പക്ഷേ 1.2510 1.2520 ഇതിൻ്റെയൊക്കെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ എന്താ പറയുക ലോജിക്കാണ്. എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. ഓക്കെ. ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. 1.2460 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും GBPയിൽ. ഓക്കെ. സോ നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലോട്ടാണ് 1.2600 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് 1.2800 വരെ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ. അതിലും ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു 1.3800 വരെ ആണ്. ഓൾമോസ്റ്റ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1300 പിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് അടുത്ത ഒരു 8 to 12 മന്ത്സിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ. സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനുള്ളത്. GBP നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. എല്ലാ വട്ടവും 1.2500 3-4 വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഓക്കെ. സോ GBPയിൽ നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മൂവിങ് ആവറേജ് 200 പ്രോപ്പറായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് GBP. ഇന്നലെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. പ്രോഫിറ്റ് പെട്ടെന്ന് എടുത്ത് മാറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് നമുക്ക് അങ്ങനെ ചെയ്തെടുത്ത് പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ള ആൾക്കാർക്ക് ഒരു 1 ഡേ ട്രേഡ് ചെയ്തിട്ട് മാറാനും ഉള്ള ഓപ്പർച്യൂണിറ്റി GBP തരുന്നുണ്ട്. ഓക്കെ. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരികയാണെങ്കിൽ ഗോൾഡ് ഇന്നത്തെ ദിവസം ഒരു വട്ടം പോലും 2630 മുകളിൽ കടന്നിട്ടില്ല. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ 8 മണിക്കുള്ള ക്യാൻഡിൽ ഏഷ്യ ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ UK ടൈമിങ് 6 മണിക്കുള്ള ക്യാൻഡിലാണിത്. അവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2623 അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ. സോ നേരെ മറിച്ച് നമുക്ക് 2 മണിക്കുള്ള ക്യാൻഡിൽ ഏഷ്യ ഓപ്പൺ ആയിട്ടുള്ള ഇന്ത്യൻ ടൈമിങ് 7:30 ക്യാൻഡിലാണ് ഇത്. ഇവിടെയും 2623 സ്റ്റാർട്ട് ചെയ്തത്. അവിടെയും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ. സോ നേരെ നമ്മൾ ഇതാണ് നമ്മളുടെ ഏഷ്യ ക്ലോസ് ആയ ക്യാൻഡിൽ. അവിടെ ഏഷ്യ ക്ലോസ് ആയപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ 2611. അവിടെയും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം എന്താ 2615 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് 2611 അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. 2615 ആയിരുന്നു ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്. അത് പലവട്ടം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. പലവട്ടം നിങ്ങൾ കണ്ടോ പലവട്ടം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. പക്ഷേ കഴിഞ്ഞ യൂറോപ്പ് സെഷനിൽ അത് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2611 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏഷ്യ ഓപ്പണിംഗ് മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുമുണ്ട്. ഓക്കെ. സോ വേണമെങ്കിൽ റിസ്കി ബൈ ചെയ്യണം എന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ബൈ ചെയ്യാം. പക്ഷേ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം ബൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ടു സെറ്റിൽ ഡൗൺ ബിക്കോസ് ടുഡേ ഈസ് മൺഡേ, റൈറ്റ്? സോ മൺഡേകളിൽ US ഇലക്ഷൻ്റെ കഴിഞ്ഞിട്ടുള്ള ദിവസം പല മൺഡേയ്സും നമുക്ക് ക്രേസി മൂവ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അപ്രതീക്ഷിതമായ വളരെ വലിയ മൂവ്മെൻ്റൊക്കെ കാണിച്ചിട്ടുള്ള ദിവസമാണ്. അതൊരു വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് എന്നേ ഞാൻ പറയുന്നുള്ളൂ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്.
ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു 2600 അടുത്തൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചെറിയ ലോട്ട് ബൈ ചെയ്യാം. മൊത്തത്തിലുള്ള ലോട്ട് എടുത്ത് ബൈ ചെയ്യരുത്. ഒരു 0.2 ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 0.2 ലോട്ട് കച്ചവടം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടുന്ന് 2580 പ്രോപ്പർ ബൈ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ലോട്ട് ഇട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോവോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ലോസുകൾ കൂടുതലുണ്ടാകുന്നത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് മൺഡേ ആണ്. ഓക്കെ, അത് മാത്രമല്ല മാർക്കറ്റിൽ വളരെ വോളിയം കുറവാണ്. അതൊക്കെ മനസ്സിൽ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഗോൾഡിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് 2600 കിട്ടുകയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മാത്രം എടുക്കുക. 2580 കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കുക. ഓക്കെ, സോ അല്ലാതെ മാർക്കറ്റിൻ്റെ ഗ്രാഫിൻ്റെ പകുതിയിലൊക്കെ വെച്ചിട്ട് ചെയ്യാതിരിക്കുക എന്ന് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 23 കഴിഞ്ഞ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഡിസംബർ 25 അവരുടെ ഒരു വീക്ക് കഴിഞ്ഞു. അടുത്ത ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാനതിന് ഡേറ്റും ടൈമും എല്ലാം ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് കയറണം എന്നുള്ള ആൾക്കാർക്ക് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആണ്. അതിന് കയറണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് എന്താ പറയുക, നല്ലൊരു ന്യൂ ഇയർ 2025 ഫോറക്സ് ട്രേഡിംഗ് പഠിച്ച് നല്ല രീതിയിലൊരു ട്രേഡറായി മാറാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു ട്രേഡ് പോലും സ്റ്റോപ്പ് ലോസ് ഇടാതെ റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡിലോട്ട് ഇറങ്ങരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.